ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥമായ സത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. കണ്ണുകൊണ്ട് കാണുന്നത് ഒന്നും അനുഭവതലത്തിൽ മറ്റൊന്നുമാണ്. ഏതുപോലെ മരുഭൂമിയിലെ മരീചിക നമുക്ക് ദൂരെ നിന്നും കാണുമ്പോൾ തോന്നും വലിയ തടാകത്തിൽ വെള്ളം ഓടം വെട്ടുന്നത് പോലെ. അത് സത്യമാണെന്ന് കരുതി വെള്ളത്തിനായി ചെന്നാൽ ഒരിക്കലും അവിടെ ജലം ഇല്ല. ഒരു തുള്ളി വെള്ളം അവിടെ നിന്നും ലഭിക്കുകയില്ല. അതെത്ര നടക്കുന്നു അത്ര കണ്ട് അകന്നകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്രകാരം തന്നെയാണ് മറ്റെല്ലാ വിഷയവസ്തുക്കളും. ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്ന എല്ലാം തന്നെയും അപ്രകാരമാണ്. അതിനാൽ ഒരു കവി പറയുന്നു, കണ്ണിനാൽ കാണുന്നതൊന്നും തന്നെ, കണ്ണിനാൽ കാണുന്നതെല്ലാം നേരുതാനെന്നു നാം നന്നിടേണ്ട. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും പാദം നനയ്ക്കില്ല തെല്ലും. എത്ര വാസ്തവമാണ് നമ്മോട് ഈ 4 വരികളിൽ ആ പരമസത്യം വിവരിച്ചു തരുന്നത്. കണ്ണിനാൽ കാണുന്നതെല്ലാം നേരുതാനെന്നു നാം നന്നിടേണ്ട. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നവയെല്ലാം സത്യമാണെന്ന് ഒരിക്കലും നാം ഉറപ്പിക്കരുത്. അതിനൊരു ഉദാഹരണം പറയുന്നു. എന്താണ്? കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും, കാനൽ ജലം മരുഭൂമിയുടെ ജലാശയം നമ്മൾ കാണുന്നുവെങ്കിലും അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പാദം നനയ്ക്കില്ല തെല്ലും. പാദം നനയ്ക്കാൻ പോയിട്ട് അവിടെ വെള്ളം എന്ന സാധനമേ ഇല്ല. എന്നിട്ട് നമുക്ക് തോന്നുന്നു അവിടെയുണ്ട്. അതുപോലെ ആകാശത്തിലേക്ക് നോക്കൂ. ആകാശത്തിൽ നോക്കുമ്പോൾ ഒരു നീല മേലാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ നീല മേലാപ്പിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഗോളങ്ങളാണ് നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും മറ്റു ഗ്രഹങ്ങളും എല്ലാം എന്ന് നമുക്ക് തോന്നുന്നില്ലേ? ആകാശത്തിൽ പുഷ്പങ്ങളെ കൊണ്ട് വാരി വിതറിയിരിക്കുകയാണ് രാത്രിയിൽ എന്ന് തോന്നും. വാസ്തവത്തിൽ അവിടെ ആകാശമെന്ന ഒരു പരവതാനി ഇല്ല എന്നത് വാസ്തവമല്ലേ? ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലമാണ് ആകാശം എന്ന് പറയുന്നത്. അത് അനന്തതയെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അത് നീല നിറമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനും ശിവനും അതുപോലെ മറ്റെല്ലാ ദേവീദേവന്മാരുമെല്ലാം ഈ ദേവീദേവന്മാർക്കൊന്നും നീല നിറം കൊടുക്കാറില്ല. മഹാവിഷ്ണുവിനും ശിവനും നീല നിറമാണ് കാണുന്നത്. അത് അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. നല്ല ആഴത്തിലുള്ള ജലാശയത്തിലേക്ക് നാം നോക്കിയാൽ അവിടെ നീല നിറം കാണാൻ സാധിക്കും. സമുദ്രമൊക്കെ ഭൂമിയുടെ ഭൂഗോളത്തിൽ സമുദ്രത്തിൻ്റെ ഭാഗമെല്ലാം നീല നിറം കൊടുക്കാൻ കാരണം അതിൻ്റെ ആഴത്തെ കാണിക്കുന്നതാണ്. അതുപോലെ നാം കാണുന്ന ആകാശവും നീലയാവാൻ കാരണം അത് അനന്തതയെ സൂചിപ്പിക്കുന്നതിനാലാണ്. അറ്റമില്ലാത്ത അവസ്ഥയാണ് ആകാശത്തിനുള്ളത് എന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നും അവിടെ നീല നിറത്തിൽ ഒരു മേലാപ്പ് ഉണ്ട് എന്ന്. വാസ്തവത്തിൽ അത്തരത്തിലൊരു മേലാപ്പൊന്നും ആകാശത്തിലില്ല. അതിനാൽ നമ്മുടെ കണ്ണവിടെ നമ്മളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണപ്പെടുന്ന വസ്തുക്കളൊന്നും തന്നെ സത്യമല്ലെന്ന് നാം ബോധിക്കണം. കണ്ണിനാൽ കാണുന്നതെല്ലാം നേരുതാനെന്നു നാം നന്നിടേണ്ട. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും പാദം നനയ്ക്കില്ല തെല്ലും. പാദം നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ആ കാനൽ ജലത്തിൽ നിന്നും ലഭിക്കുകയില്ല.
വെറും തോന്നൽ മാത്രമല്ലേ കാനലിലെ ആ ജലം. അതുപോലെയാണ് നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളും നമ്മെ ഭ്രമിപ്പിക്കുകയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയഞ്ചും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക അകലത്തിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലാശയം പോലെയാണ് ബാക്കിയെല്ലാം എന്ന് നാം ബോധിക്കണം. സത്യാവസ്ഥയെ കാട്ടിത്തരാൻ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കുകയില്ല. സത്യമായത് ആ പരമാത്മാവ് മാത്രമാണ്. ബാക്കിയെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ കാണപ്പെടുമ്പോൾ തോന്നപ്പെടുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് സത്യമാണെന്ന് തോന്നും. വെള്ളം, ജലാശയം തോന്നുന്നത് പോലെ തന്നെയാണ് ബാക്കിയെല്ലാം എന്ന് ബോധിച്ച് ഈ വസ്തുക്കളിലുള്ള അമിതമായ ഭ്രമത്തെ ഉപേക്ഷിച്ച് പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിട്ടാൽ പരമമായ സുരക്ഷയും ആനന്ദവും നമുക്കനുഭവിക്കാൻ സാധിക്കും. സത്യവസ്തു ഒന്നേ ഉള്ളൂ, അതാ പരമാത്മാവ് മാത്രമാണ്. അതിന് മാറ്റമില്ല. അതെന്നും ഒരേപോലെ നിലനിൽക്കുന്നതുമാണ്. കണ്ണിനാൽ കാണുന്നതെല്ലാം നേരു തന്നെന്നു നാം നന്നിടേണ്ട. കാനൽ ജലം നമ്മൾ കാണുന്നുവെങ്കിലും പാദം നനയ്ക്കില്ല തെല്ലും.